RG സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 27 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയായ എവറസ്റ്റിന്റെ പരിഷ്കരിച്ച ഉയരം എത്ര എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയാണ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. അതിന്റെ പരിഷ്കരിച്ച ഉയരം എത്രയാണ്? നേപ്പാൾ സർക്കാർ ഈ അടുത്തതായിട്ട് അത് റീമെഷർ ചെയ്തു, പുതിയ രീതിയിലുള്ള കണക്കെടുപ്പ് നടത്തിയിരുന്നു. വാട്ട് ഈസ് ദ മോഡിഫൈഡ് ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്, ദ ഹയസ്റ്റ് പീക്ക് അബവ് സീ ലെവൽ? വാട്ട് ഈസ് ദ മോഡിഫൈഡ് ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്? ഇപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 8844 മീറ്റർ ആണ്. 8844 മീറ്റർ നോക്കുക. 8844 മീറ്റർ ആണ്. നേരത്തെ ഇത് 8848 മീറ്റർ ആയിരുന്നു. നേരത്തെ PSC പരീക്ഷകളിലൊക്കെ ഇതിൻ്റെ ശരിയായ ഓപ്ഷൻ 8848 8848 മീറ്റർ ആയിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ റീമെഷർ ചെയ്ത് നേപ്പാൾ ഗവൺമെൻറ് റീമെഷർ ചെയ്തപ്പോൾ 8844 മീറ്റർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ആർമിയുടെ പുതിയ ചീഫ് എഞ്ചിനീയർ ഇൻ ചീഫായി നിയമിക്കപ്പെട്ടത് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് പരിഗണിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയതാണ്. ഇന്ത്യൻ ആർമിയുടെ പുതിയ ചീഫ് എഞ്ചിനീയർ ഇൻ ചീഫായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ എഞ്ചിനീയർ ഇൻ ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി? Who has been appointed as the new engineer in chief of the Indian Army? ഇന്ത്യൻ ആർമിയുടെ പുതിയ ചീഫ് എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആർമിയുടെ പുതിയ ചീഫ് എഞ്ചിനീയർ ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ് ഇന്ത്യൻ ആർമിയുടെ പുതിയ ചീഫ് എഞ്ചിനീയർ. ശ്രദ്ധിക്കുക, ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഇന്ന് തെറ്റിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പിതാവാര്? ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പിതാവാര്? ഹു ഈസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി? ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നോക്കുക, ഷവിക് ദാസ് ഫക്കീർ ചന്ദ് കോഹ്ലിയാണ്. ഷവിക് ദാസ് ഫക്കീർ ചന്ദ് കോഹ്ലിയാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പിതാവ്. അത് ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പിതാവാണ് ഷവിക് ദാസ് ഫക്കീർ ചന്ദ് കോഹ്ലി. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഏത്? ഇത് ഇന്നലത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു, പക്ഷേ ഈ വിവരം പറഞ്ഞിട്ടില്ലായിരുന്നു. എസ് ഹരീഷിന്റെ ഇങ്ങനെയും ചോദ്യങ്ങൾ ഇനി വരാം. എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഏത്? വിച്ച് മലയാള ഫിലിം ഈസ് ബേസ്ഡ് ഓൺ എസ് ഹരീഷ് ഷോർട്ട് സ്റ്റോറി മാവോയിസ്റ്റ്? വിച്ച് മലയാള ഫിലിം ഈസ് ബേസ്ഡ് ഓൺ എസ് ഹരീഷ് ഷോർട്ട് സ്റ്റോറി മാവോയിസ്റ്റ്? മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഇന്നലെ ഓസ്കർ എൻട്രി നേടിയിരുന്നു. ആ ചലച്ചിത്രത്തിന്റെ പേര് മലയാളത്തിൽ നിന്ന് ഓസ്കർ എൻട്രി നേടുന്ന മൂന്നാമത്തെ ചിത്രമാണ് ജല്ലിക്കെട്ടാണ്. ഈ ചിത്രത്തിന്റെ പേര് ജല്ലിക്കെട്ട്. എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രമാണ് ജല്ലിക്കെട്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഇതിന്റെ സംവിധായകൻ. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ നിയമസഭയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ആദ്യമായി നടത്തിയത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നിയമസഭയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ആദ്യമായി നടത്തിയത്? The festival on democracy was held for the first time in any state assembly in India. The festival on democracy was held for the first time in any state assembly in India. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നിയമസഭയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ആദ്യമായി നടത്തിയത്? കേരള സ്റ്റേറ്റ് അസംബ്ലിയാണ്, കേരള നിയമസഭയാണ്. കേരള നിയമസഭ ശ്രദ്ധിക്കുക, ഏതാണ്? കേരള നിയമസഭയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ആദ്യമായി നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ചാന്ദ്രദൗത്യമായ ചാങ് 5 ഏത് രാജ്യം ആരംഭിച്ച ചാന്ദ്രദൗത്യമാണ്? അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ചാന്ദ്രദൗത്യമായിരുന്നു ചാങ് 5. ഇത് ഏത് രാജ്യം ആരംഭിച്ച ചാന്ദ്രദൗത്യമാണ്? ചാങ് 5 probe which was seen in the news recently is a lunar mission launched by which country? Chang 5 probe which was seen in the news recently is a lunar mission launched by which country? ഇപ്പൊ ചാങ് 5 ഏത് രാജ്യം ആരംഭിച്ച ചാന്ദ്ര ദൗത്യമാണ് എന്നാണ് ചോദ്യം. ചാങ് 5 ചൈന ആരംഭിച്ച ചാന്ദ്ര ദൗത്യമാണ്. ഏത് രാജ്യം ആരംഭിച്ച ചാന്ദ്ര ദൗത്യമാണ്? ചൈന ആരംഭിച്ച ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ചാങ് 5 എന്നാണ്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം.
ഏത് സിഖ് ഗുരുവിന്റെ രക്തസാക്ഷി ദിനമാണ് നവംബർ മാസത്തിൽ ഷഹീദ് ദിവസ് ആയി ആചരിക്കുന്നത്? ഏത് സിഖ് ഗുരുവിന്റെ രക്തസാക്ഷി ദിനമാണ് നവംബർ മാസത്തിൽ ഷഹീദ് ദിവസ്, ഇത് ശ്രദ്ധിക്കുക, ഷഹീദ് ദിവസായി ആചരിക്കപ്പെടുന്നത്? ദ മാർട്ടിർഡം ഡേ ഓഫ് വിച്ച് സിഖ് ഗുരു ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ മന്ത് ഓഫ് നവംബർ ആസ് ഷഹീദ് ദിവസ്. ശ്രദ്ധിക്കുക, ഷഹീദ് ദിവസമായി ആചരിക്കുന്നത് ഏത് സിഖ് ഗുരുവിന്റെ നോക്കുക, ഏത് സിഖ് ഗുരുവിന്റെ മരണദിനമാണ് ഈ ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്? നവംബർ 24-നാണ്. അത് ഗുരു തേജ് ബഹദൂറിന്റെ ആണ്. ഗുരു തേജ് ബഹദൂറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. ഗുരു തേജ് ബഹദൂർ വാസ് പബ്ലിക്കലി എക്സിക്യൂട്ടഡ് ഓൺ ദി ഓർഡേഴ്സ് ഓഫ് ഔറംഗസീബ് ബിക്കോസ് ഹി ഹാഡ് ഓപ്പോസ്ഡ് റിലീജിയസ് പെർസിക്യൂഷൻ. മതപരമായ പീഡനത്തെ എതിർത്തതിനെ തുടർന്ന് മുഗൾ രാജാവായ ഔറംഗസീബിന്റെ നിർദ്ദേശപ്രകാരം ഗുരു തേജ് ബഹദൂറിനെ പരസ്യമായി വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുഗൾ രാജാവായ ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ഏതെന്ന് ചോദിച്ചാൽ അത് ഗുരു തേജ് ബഹദൂറാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ മരണദിനമാണ്, രക്തസാക്ഷി ദിനമാണ് നവംബർ 24 ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ PSC സർവ്വസാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ഏത്? ഗുരു തേജ് ബഹദൂറാണത്. അപ്പൊ അത് മതപീഡനത്തെ എതിർത്തോണ്ടാണ് അദ്ദേഹത്തെ പരസ്യമായിട്ട് വധിക്കുക ചെയ്തത്, പബ്ലിക്കലി അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഗുരു തേജ് ബഹദൂറാണ്. അദ്ദേഹത്തിന്റെ നവംബർ 24 മാർട്ടിർഡം ഡേ ആണ് പ്രധാനമായും ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം, ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ റീസെന്റ് ഡിസ്കവേർഡ്. ഇത് ഹിമാലയ സാനുക്കളിൽ നിന്നാണ്, ഉത്തരാഖണ്ഡിലെ ഹിമാലയ സാനുക്കളിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഇതിനു മുമ്പ് ആസാമിലെ ഒരു ചിത്രശലഭത്തിനായിരുന്നു ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ, എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇത് പുതിയ ചിത്രശലഭത്തെ കണ്ടെത്തിയിരിക്കുന്നു. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ റീസെന്റ് ഡിസ്കവേർഡ്. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ് ആണ്. ഗോൾഡൻ ബേർഡ് വിങ്, ശ്രദ്ധിക്കുക, ഗോൾഡൻ ബേർഡ് വിങ് ആണ് അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ചിത്രശലഭം. അടുത്ത ചോദ്യം, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി ഏതാണ്? വിച്ച് ഇസ് എ ടെലിമെഡിസിൻ സ്കീം ഓഫ് ദി ഗവൺമെന്റ് ഓഫ് കേരള ഫോർ സീയിങ് എ ഡോക്ടർ അറ്റ് ഹോം. വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറെ കാണുന്നതിനുള്ള കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി. വിച്ച് ഇസ് എ ടെലിമെഡിസിൻ സ്കീം ഓഫ് ദി ഗവൺമെന്റ് ഓഫ് കേരള ഫോർ സീയിങ് എ ഡോക്ടർ അറ്റ് ഹോം. ഏതാണ് ആ സ്കീം എന്ന് നോക്കാം. നമുക്ക് കോവിഡ് കാലത്ത് പുതിയ ഒരു സ്കീം വന്നതാണ്, വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറെ കാണുന്ന. ഈ സ്കീമിന്റെ പേര് ഇ സഞ്ജീവിനി എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഇ സഞ്ജീവിനി എന്നാണ് ഇതിന്റെ പേര്. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാവുന്ന പദ്ധതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക, 8ാമത്തെ ക്വസ്റ്റ്യനാണിത്. ഏത് രാജ്യത്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യത്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രവർത്തിക്കുന്നത്? ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ബേസ്ഡ് ഇൻ വിച്ച് കൺട്രി? പൊതുവായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ എല്ലാ എപ്പിസോഡുകളിലും എല്ലാ വീഡിയോകളിലും ചേർക്കാറുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഏത് രാജ്യത്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രവർത്തിക്കുന്നത്? ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ബേസ്ഡ് ഇൻ വിച്ച് കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ഈ പൊതുവായ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ ഉത്തരം മാത്രം പോലെ അതിൻ്റെ ഉപചോദ്യങ്ങൾ ധാരാളമുണ്ട്, അതും എഴുതിയെടുക്കണം. ശ്രദ്ധിക്കുക, നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജൂൺ 1945 ആണ്. 1945 ജൂണിലാണ് ഇത് സ്ഥാപിച്ചത്. പക്ഷേ അത് പ്രവർത്തനം ആരംഭിക്കുന്നത് 46 ഏപ്രിലാണ്. പക്ഷേ 1945 ജൂണിലാണ് ഇത് സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതായത് നെതർലാൻഡ്സിലാണ്, നെതർലാൻഡ്സിലെ ഹേഗിലാണ്. നോക്കാം, ദ സീറ്റ് ഓഫ് ദി കോർട്ട് ഈസ് അറ്റ് പീസ് പാലസ് ഇൻ ദി ഹേഗ്, നെതർലാൻഡ്സ്. ദ സീറ്റ് ഓഫ് ദി കോർട്ട് ഈസ് അറ്റ് ദി പീസ് പാലസ്. കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെതർലാൻഡ്സിലാണ് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ കോടതി സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഹേഗിൽ, ഇന്റർനാഷണൽ നെതർലാൻഡ്സിന്റെ പ്രധാന തലസ്ഥാനമായ ഹേഗിലാണ്, സമാധാന കൊട്ടാരത്തിലാണ് ഈ കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹേഗിലെ സമാധാന കൊട്ടാരത്തിലാണ് ഈ കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓഫ് ദി 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 പ്രധാന ഘടകങ്ങളുണ്ട്. 6 പ്രധാന സെക്യൂരിറ്റി കൗൺസിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അതുപോലെ 6 പ്രധാന ഘടകങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട്.
അതുപോലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ദ ഓൺലി വൺ നോട്ട് ലൊക്കേറ്റഡ് ഇൻ ന്യൂയോർക്ക്. അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങളിൽ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യാത്ത ഒരേ ഒരു ഘടകമാണ് ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യാത്ത ഒരേ ഒരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കി 5 ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങളിൽ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യാത്ത ഒരേ ഒരു ഘടകമാണിത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിലെ ഹേഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ട് ഈ കാര്യങ്ങൾ. 45 സ്ഥാപിതം അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്, നെതർലൻഡ്സിലെ ഹേഗിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മറ്റ് 5 ഘടകങ്ങളുടെയും സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണെങ്കിൽ 6ാമത്തേത് നെതർലൻഡ്സിലെ ഹേഗിലാണ്. അത് കൂടാതെ ചില ചോദ്യങ്ങൾ കൂടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് വരാറുള്ള മറ്റൊരു ചോദ്യം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 15 ജഡ്ജസ്. എത്ര ജഡ്ജസ് ഉണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ? 15 ജഡ്ജിമാരാണുള്ളത്. ഇലക്ടഡ് ടു എത്ര വർഷത്തേക്കാണ് ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്? 9 ഇയർ ടേംസ് ഓഫ് ഓഫീസ്. 9 വർഷത്തേക്കാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. 9 വർഷത്തെ ഔദ്യോഗിക കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 ജഡ്ജിമാർ ഉൾപ്പെടുന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആർ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഇതിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ധാരാളം ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത്, ഇനി ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.